ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതായത് എക്സ്റ്റേണൽ മെമ്മറി 2500 എച്ചും 2501 എച്ചും ആ മെമ്മറി ലൊക്കേഷൻസിലാണ് നമ്മൾ നമ്പർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ 2502-ലും 2503-ലും ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഈ ഒറിജിൻ എന്ന് പറയുന്നത് കൊടുക്കണം. ഒറിജിൻ എന്ന് പറയുന്നത് 3500 എച്ച് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. ഈ പ്രോഗ്രാം നമ്മളിപ്പോൾ ഈ ഫുള്ള് പ്രോഗ്രാം എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ താഴെ വരെ, അത് ഫുള്ള് ഈ സ്റ്റോർ ചെയ്യണ സ്ഥലമാണ് 3500 എന്ന് പറയുന്നത്. 3500 തുടങ്ങിയാണ് ഈ പ്രോഗ്രാം റീഡ് ചെയ്ത് തുടങ്ങുക. അതായത് മൈക്രോ കൺട്രോളർ ഓൺ ആവുന്ന സമയത്ത് 3500 തുടങ്ങി പ്രോഗ്രാം ആദ്യം റീഡ് ചെയ്യും. ആ റീഡ് ചെയ്യണതിലൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒറിജിൻ സെറ്റ് ചെയ്യണത്. പിന്നെ ഇത് DPTR കൊടുത്തിട്ടുണ്ട്. DPTR എന്ന് പറയുന്നത് ഡാറ്റ പോയിൻ്ററാണ്. എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഡാറ്റ പോയിൻ്റർ. അപ്പോൾ ആദ്യം തന്നെ എക്സ്റ്റേണൽ മെമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് മെമ്മറിയാണ്, ഇത് ലൊക്കേഷൻസ്, ഇത് അഡ്രസ്സാണ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ 2500, 2501, 2502, 2503, 2503, 2499 എന്നിരിക്കുക. ഇങ്ങനെയാണ് ലൊക്കേഷൻ വരണത്. ഇപ്പോൾ ഈ 2500 ലൊക്കേഷനിൽ ഒരു 85 എച്ചാന്ന് വിചാരിക്കുക. പിന്നെ 2501 01 എച്ചാന്ന് വിചാരിക്കുക. ഈ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നത്. എന്നിട്ട് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഈ 2502-ലും അതിനിപ്പോൾ ഒരു വലിയ നമ്പർ, അതായത് 2 നമ്പർ ആഡ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ 8 ബിറ്റ് കൂടുതലുള്ള നമ്പർ വരും. അപ്പോൾ ഒരു നമ്പർ വരും, അത് ക്യാരി ആയിട്ട് വരും. അത് ഈ 2503-ലാണ് സ്റ്റോർ ചെയ്യണത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ DPTR ഡാറ്റ പോയിൻ്റർ 2500-ലേക്ക് പോയിൻ്റ് ചെയ്യണം. ഇപ്പോൾ 2500-ലാണ് ആദ്യത്തെ നമ്പർ കിടക്കുന്നത്, അതുകൊണ്ട് 2500-ലേക്ക് പോയിൻ്റ് ചെയ്യണം. അപ്പോൾ DPTR #2500H എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ DPTRൻ്റെ ഉള്ളിലേക്ക് 2500, DPTR ഒരു രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് 2500 എന്നുള്ളൊരു അഡ്രസ്സായിട്ട് അത് മാറും. ഈ DPTRൽ എത്തിക്കഴിയുമ്പോൾ അത് അഡ്രസ്സായി. ഇപ്പോൾ 2500 എന്നൊരു നമ്പറാണ് നമ്മൾ DPTR കൊടുക്കുന്നത്, ആ നമ്പർ അഡ്രസ്സായി മാറി. ഇപ്പോൾ അടുത്തത് ഈ DPTR അടുത്തത് MOVX A, DPTR എന്നാണ് @DPTR എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ @DPTR എന്ന് പറയുമ്പോൾ ഈ അഡ്രസ്സിലുള്ള സംഗതി, അപ്പോൾ ഈ അഡ്രസ്സിൽ 2500 ഇപ്പോൾ കിടക്കുന്നത്. ഈ 2500 അഡ്രസ്സ് എടുക്കുന്നത്. അതിലുള്ളതെന്ന് പറഞ്ഞത് ഒരു നമ്പറാണ്, ഒരു 8 ബിറ്റ് നമ്പറാണ് 85H. അപ്പോൾ ഈ 85H അക്യുമുലേറ്ററിലേക്ക് മാറാണ്. അപ്പോൾ അക്യുമുലേറ്റർ രജിസ്റ്റർ, ഈ ഒരു അക്യുമുലേറ്റർ രജിസ്റ്റർ ഇതാണെന്ന് വിചാരിക്കുക. അതിലേക്ക് 85H മാറി അക്യുമുലേറ്ററിലേക്ക്. ഇപ്പോൾ ഒരു നമ്പർ അവിടേക്ക് മാറി. പിന്നെ ഈ നമുക്ക് 2 നമ്പർ വേണം. അപ്പോൾ അക്യുമുലേറ്ററായിട്ടാണ് എപ്പോഴും ഒരു നമ്പേഴ്സ് നമുക്ക് മൂവ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്യുമുലേറ്റർ ഫ്രീ ആക്കണം. അപ്പോൾ ഈ അക്യുമുലേറ്റർ ഈ 85 നമ്പർ നമ്മൾ താൽക്കാലമായിട്ട് R0 രജിസ്റ്ററിലേക്ക് മാറ്റാണ്. അവിടെ മൂവ് R0A. അപ്പോൾ R0 രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററിലേക്ക് നമ്മൾ 85 മാറ്റി. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ. ഇനി അടുത്ത നമ്പർ നമുക്ക് റീഡ് ചെയ്യണം. അടുത്ത 2 നമ്പേഴ്സാണല്ലോ റീഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി ഇൻക്രിമെൻറ്റ് DPTR കൊടുക്കുകയാണ്. ഇൻക്രിമെൻറ്റ് DPTR കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 ആയിരുന്നു ആദ്യത്തെ നമ്പർ, +1 വരും. ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ വെച്ച് ആഡ് ചെയ്യും. അപ്പോൾ 2501 വരും. ഇപ്പോൾ DPTR 2501 ആയി. അപ്പോൾ @DPTR എന്ന് പറയുകയാണ്. MOVX A, @DPTR. @DPTR അപ്പോൾ 2501-ലുള്ള സംഭവം അക്യുമുലേറ്ററിലേക്ക് റീഡ് ചെയ്യണം. പിന്നെ അക്യുമുലേറ്റർ വരും, അക്യുമുലേറ്ററിലേക്ക് 01 വന്നു. ഇത്രയും വന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ
നമുക്ക് ഇനി വലിയ നമ്പേഴ്സാണ് ഈ ക്യാരി വരുമല്ലോ. അപ്പോൾ ഈ ആഡ് ചെയ്യുമ്പോൾ ക്യാരി വരും. ഒരു നമ്പർ 8 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 8 ബിറ്റ് കൂടുതലുള്ളൊരു ആൻസർ ഉത്തരം വരാണെങ്കിൽ ഒരു ക്യാരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു രജിസ്റ്റർ നമ്മൾ R7 എന്ന് പറഞ്ഞ രജിസ്റ്റർ എടുക്കുകയാണ്. R7 രജിസ്റ്ററിൻ്റെ ഉള്ളിൽ ക്ലിയർ ചെയ്യാണ്. അതിനാണ് 00 വെച്ച് കൊടുത്തത്. ഇത് എന്തെങ്കിലും നമ്പർ ഓൾറെഡി കിടക്കുന്നുണ്ടാവും. ആ നമ്പറെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ 00 വെച്ചാക്കും, എല്ലാം 0 ആക്കും. അത് ക്ലിയർ ചെയ്യാനാണ് ഈ മൂവ് R7, #00 കൊടുത്തത്. അപ്പോൾ എല്ലാം 0 ആയി മാറും. ആ രജിസ്റ്ററിൻ്റെ ഉള്ളിൽ നിലവിൽ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ ഉണ്ടാവും, ഈ ജങ്ക് വാല്യൂസ് എന്നൊക്കെ പറയും, അതുണ്ടാവും. അത് ക്ലിയർ ആയി കൊടുക്കും. അപ്പോൾ ഇനി രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാണ്. അക്യുമുലേറ്ററിൽ ഇപ്പോൾ ഓൾറെഡി 01 ഉണ്ട്, രജിസ്റ്റർ Rൽ 85 ഉണ്ട്. ഈ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്തു. അപ്പോൾ 86 കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 86 കിട്ടും. 86 കിട്ടിക്കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാരി വന്നിട്ടില്ല. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പർ 8 ബിറ്റ് നമ്പേഴ്സ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ 8 ബിറ്റ് കൂടുതലാണെങ്കിൽ ഒരു ക്യാരി വരും. ക്യാരി വരുമ്പോൾ ഇതിപ്പോൾ ജമ്പ് നോ ക്യാരിയാണ്. അപ്പോൾ ക്യാരി ഇല്ല. അപ്പോൾ ക്യാരി ഇല്ലെങ്കിൽ ഈ ഇങ്ങോട്ട് മാറും. ഈ ഇൻക്രിമെൻ്റ് ചെയ്യില്ല. R7 ഇൻക്രിമെൻ്റ് ചെയ്യില്ല. R7 ഇപ്പോൾ 00 ആയി. ഇപ്പോൾ ക്യാരി ഉള്ള കേസിലാണെങ്കിൽ R7 എന്നുള്ളത് 01 ആവും, ഒരു നമ്പർ കൂടും. അപ്പോൾ ഇതിനകത്ത് ഈ കേസ് 86 ആയതുകൊണ്ട് ക്യാരി ഇല്ലാത്തതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ സംഭവം മാത്രം എക്സിക്യൂട്ട് ചെയ്യില്ല, ക്യാരി ഇല്ലാത്തതുകൊണ്ട്. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ് ജമ്പ് നോ ക്യാരി. ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യാൻ. അപ്പോൾ ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്തു, ക്യാരി ഇല്ലാത്തതുകൊണ്ട് ജമ്പ് ചെയ്തു. ക്യാരി ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു ലാബിൽ കൊടുക്കണം. ആ ലാബിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പോൾ ജമ്പ് ചെയ്തു. അപ്പോൾ പിന്നെന്താ ഇൻസ്ട്രക്ഷൻ പറഞ്ഞത്? പിന്നെ ഇൻക്രിമെൻറ്റ് DPTR ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ 2501 DPTR നിൽക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ 2502 എത്തും. ഇൻക്രിമെൻറ്റ് DPTR 2502 നിർത്തിയേക്കാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉണ്ടോ മൂവ് എക്സ് അറ്റ് DPTR എയിലുള്ള സംഭവം എയിലിപ്പോൾ ആഡ് ചെയ്തല്ലോ. ഇത് സംഭവം ആഡ് ചെയ്ത് 86 ആയി. അക്യുമുലേറ്ററിലേക്കാണ് ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ എപ്പോഴും റിസൾട്ട് എപ്പോഴും അക്യുമുലേറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ അക്യുമുലേറ്ററിൽ ഇപ്പോൾ നിലവിൽ ആൻസറാണ് കിടക്കുന്നത്, 86 ആണ് കിടക്കുന്നത്. ഈ 86 അറ്റ് DPTRൻ്റെ അഡ്രസ്സിൽ പോയിൻ്റ് ചെയ്യണം, ലൊക്കേഷനിലേക്ക് മാറ്റാണ് അറ്റ് DPTR എന്ന് പറയുന്നത്. അപ്പോൾ 2502 2502ലേക്ക് എന്ത് മാറും? 86 മാറി. പിന്നെ R7 സംഭവം അക്യുമുലേറ്ററിലേക്ക് മാറ്റും. ഇതിപ്പോൾ ക്യാരി ഉള്ള ഇതിനകത്താണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി R7 00 ആണ്. 00 അക്യുമുലേറ്ററിലേക്ക് മാറ്റി. ക്യാരി ഇല്ലാത്തതുകൊണ്ട് അക്യുമുലേറ്ററിലേക്ക് തന്നെ അത് ഈ സംഭവം എന്തായാലും റൺ ചെയ്യണം. ക്യാരി ഇല്ലാത്തതുകൊണ്ട് മാറും. R7 00 അക്യുമുലേറ്ററിലേക്ക് മാറും. അപ്പോൾ അക്യുമുലേറ്റർ നേരത്തെ 86 ആയത് അക്യുമുലേറ്റർ 00 ആയി. പിന്നെ എന്താ ഇൻക്രിമെൻറ്റ് DPTR വരും. DPTR ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ 2503 എത്തി. ഈ 2503 ഉണ്ടോ. ഇനിയിപ്പോൾ ഈ DPTR കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അക്യുമുലേറ്ററിലേക്കുള്ള സാധനം DPTRലേക്ക് മാറ്റും. അക്യുമുലേറ്റർ 00 ആണ്. അത് അറ്റ് DPTR എന്ന് 2503 എന്ന ലൊക്കേഷനിൽ 00 വരും. ഇത്രേ ഉള്ളൂ സംഭവം. ഈ പ്രോഗ്രാം സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം.